അസ്സലാമലൈക്കും. അപ്പൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് റംസാൻ്റെ മുമ്പ് 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. കാരണം ഞാൻ നട്ട കൂവ ഒന്ന് പറിക്കാൻ വിചാരിച്ചു. കാരണം നമുക്ക് റംസാനിത് അത്യാവശ്യമാണ് കേട്ടോ കൂവപ്പൊടി. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും റംസാൻ്റെ മുമ്പാണ് ഈ ഒരു കൂവ പറിക്കൽ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് പൊടി കിട്ടും കേട്ടോ. കാരണം ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് കഴുകി എൻ്റെ കിഴങ്ങൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിലടിച്ച് പിന്നെ ശരിക്കും ഊറാൻ വെച്ചിട്ട് അരിച്ചിട്ട് ആ ഒരു ഇത് ഊറാൻ വെച്ചിട്ട് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് അതിൻ്റെ അടിയിൽ വരുന്ന പൊടി എടുത്തിട്ട് നമുക്ക് ഉണക്കിയിട്ട് ഇങ്ങനെ നമുക്ക് കുറേ വർഷങ്ങൾ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് പറിക്കണ്ട 2 ചാക്കിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ 2 ചാക്കിൽ നിന്നും ഇത് കൊട്ടിയിട്ട് ഇതിൻ്റെ മണ്ണൊക്കെ മാറ്റിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള നല്ല കിഴങ്ങൊക്കെ എടുത്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ ചെറിയ വിത്തുകളും അതിൻ്റെ മുള പൊട്ടിയ ആ കാര്യങ്ങളൊക്കെ വീണ്ടും ആ ചാക്കിൽ തന്നെ ആദ്യം താഴെ കുറച്ച് മണ്ണും ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ആ ഒരു കൂവൻ്റെ ആ ഒരു വിത്തും കാര്യങ്ങളൊക്കെ ഞാൻ അതിലിങ്ങനെ വെച്ച് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണേ ഇടുള്ളൂ കേട്ടോ. കാരണം ഇനിയിപ്പോൾ മഴ പെയ്യുമ്പോൾ അത് നന്നായിട്ട്, കാരണം വിഷുവൊക്കെ കഴിഞ്ഞതിന് ശേഷം മഴയൊക്കെ പെയ്യുമ്പോൾ നന്നായിട്ട് മുളച്ച് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഡെയിലിയാണ് പിന്നെ അതിന് വളം ചെയ്ത് കൊടുക്കട്ടെ. ഡെയിലി നമ്മൾ പിന്നെ വീട്ടിൽ പച്ചക്കറി അരിയണതും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും, പഴത്തിൻ്റെ തൊലി, മുട്ടത്തോട് അങ്ങനെയുള്ളതൊക്കെ ഞാനങ്ങനെ ആവണത് ഇതിൻ്റെ അങ്ങനെ ചാക്കിലേക്ക് ഇടും. ഇത് മാത്രമല്ല ഇഞ്ചി മറ്റുള്ള ഒരുപാട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അങ്ങനെ ഇടും. അല്ലാണ്ട് പ്രത്യേകിച്ച് വേറെ പുറത്തുനിന്നുള്ള വളങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഒരു നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ്, പിന്നെ വെജിറ്റബിൾ വേസ്റ്റ്, മുട്ടയുടെ തോട്, പിന്നെ ചായപ്പൊടി, പിന്നെ പഴത്തിൻ്റെ തൊലി അങ്ങനെയുള്ളതാണ് ഇട്ടത്. അപ്പോൾ 2 ചാക്കിലും ഞാൻ ഇതുപോലെ ആ ഒരു വിത്തും അതിൻ്റെ ആ ഓലയും ഉണങ്ങിയ ഓലയും ഒക്കെ റെഡിയാക്കി അതിലിട്ടിട്ട് കുറേശ്ശെ മണ്ണാണ് കേട്ടോ. ആദ്യം താഴെ കുറച്ച് മണ്ണിട്ടു, പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ ആ വിത്തും ഇതൊക്കെ ഇട്ടതിന് ശേഷം മുകളിലും കുറച്ച് മണ്ണിട്ടു. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ കസ്തൂരി മഞ്ഞൾ, സാദാ മഞ്ഞൾ, അതുപോലെ ഇഞ്ചി, പിന്നെ അങ്ങനെയുള്ള കരിമഞ്ഞൾ എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത് നോമ്പിന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. നോമ്പിൻ്റെ ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇത് നമ്മൾ അയൽവാസികൾക്കൊക്കെ നമ്മൾ പിന്നെ സ്നാക്സ് കൊടുക്കാൻ വേണ്ടിയിട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഒരെണ്ണമാണ് കേട്ടോ ഉണ്ടാക്കുന്ന ദിവസം. ഇപ്പോൾ എല്ലാ ദിവസമൊന്നും പൊരിക്കടി ഉണ്ടാക്കാറില്ല, പക്ഷേ ഉണ്ടാക്കുന്ന ദിവസം ഒരെണ്ണമാണ് ഉണ്ടാക്കല്. പക്ഷേ ഇന്ന് ഞാനൊരു 3 ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ തൊട്ട വീട്ടിൽ കുറച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ മൈദ 2 കപ്പ് മൈദ എടുത്തു. അതിലേക്ക് കുറച്ച് ഈസ്റ്റും പിന്നെ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, കുറച്ച് ഉപ്പും പിന്നെ വെള്ളം ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് വെച്ചോട്ടോ. അപ്പോൾ ഇത് ഡബിൾ സൈസ് ആവും കേട്ടോ ഇനി. അപ്പോൾ അതിലേക്കുള്ള 2 സ്നാക്സിലേക്കുള്ള ചിക്കൻ ഞാൻ പിന്നെ ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ വെള്ളം ഒഴിച്ചിട്ട് അത് വേവിക്കാൻ വെച്ചു. പിന്നെ ഉന്നക്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുക്കറിൽ പഴം മുറിച്ചിടാണ് കേട്ടോ. അപ്പോൾ ഇടത്തരായി പിന്നെ പഴുപ്പുള്ള പഴമാണ് നമ്മൾ ഉന്നക്കയൊക്കെ എടുക്കുക. നന്നായിട്ട് പഴുക്കാനും പാടില്ല, പഴുപ്പ് ഉണ്ടാവാതിരിക്കാനും പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ രീതിയിൽ അപ്പോൾ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രമാണ് കേട്ടോ ഞാനതിൽ ഒഴിച്ച് കൊടുത്തേക്കണം. അപ്പോൾ ശരിക്കും നമ്മൾ ആവിക്ക് പുഴുങ്ങിയ പോലെ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ സ്നാക്സിലേക്കുള്ള വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അത് അതിൽ കുത്തിച്ചതക്കാണ്. അപ്പോൾ ഞാനിവിടെ പാൻ വെച്ചിട്ടോ. പാൻ വെച്ചതിന് ശേഷം ഞാൻ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ സവാളയും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ടു. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരും. അതിലേക്ക് പിന്നെ ഞാനിടുന്നത് മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് ക്രഷാക്കിയിട്ടും അങ്ങനെയാണ് ഇടുന്നത് കേട്ടോ. അല്ലാതെ മുളക് പൊടിയൊന്നും ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മല്ലിയിലിട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയിലും കറിവേപ്പിലും ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ടത്. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മിക്സിയിൽ ഒന്ന് ക്രഷാക്കി ഇട്ടിട്ടുള്ള ആ ഒരു ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുത്തത്.
അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളിതിപ്പോൾ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഉന്നക്കക്കുള്ള പഴം ഞാൻ ആ കുക്കറിൽ തന്നെ തൊലിയൊക്കെ പൊളിച്ചിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അടുത്ത സ്നാക്സിന് വേണ്ടി ഞാൻ ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ തക്കാളിയുടെ തൊലി, അതുപോലെ സവാള ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഞാൻ കുറച്ച് മയോണൈസ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അതാണ് കാണിച്ചത്. പിന്നെ അതാ നമ്മളെ പിന്നെ ഉന്നക്കേക്ക് ഉള്ള പിന്നെ തേങ്ങ, പഞ്ചസാര, കാഷ്നട്ട്, അതുപോലെ ഉണക്കമുന്തിരി ഒക്കെ കൂടി ഒന്ന് കുറച്ച് നെയ്യിലൊന്ന് വാട്ടിയെടുക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉന്നക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പാത്രത്തിൽ തന്നെ റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് നമ്മളെ വീട്ടിലത്തെ ആവശ്യത്തിന് നമുക്ക് കൊടുക്കാനും കൂടിയുള്ള ഉന്നക്കയാണ് കേട്ടോ ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ആ ഒരു ഇത് നമ്മൾ ആദ്യത്തെ മസാല മാറ്റിയിട്ട് ആ ഒരു ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ പിന്നെ ആ ഒരു ക്യാബേജ്, ക്യാപ്സിക്കം, പിന്നെ അതുപോലെ പിന്നെ തക്കാളിയുടെ തൊലി, പിന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒക്കെ കൂടി നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു കേട്ടോ. പച്ചക്കിടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു. അതിന് ശേഷം കുറച്ച് കുരുമുളക് ക്രഷാക്കിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് മല്ലിയില കേട്ടോ, മല്ലിയില നന്നായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു ബോക്സിലാക്കി വെച്ചതുണ്ട്. നമ്മൾ മാവ് കുഴച്ചത് നന്നായിട്ട് ഒരു 10-12 മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. നന്നായിട്ട് ഡബിൾ സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് 2 ബോൾസാക്കിയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ആ ഒരു ബോൾസ് നമ്മൾ ഇത്തിരി മൈദ തൂവിയതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് പരത്തുക കേട്ടോ. ഒരുപാട് തിന്നാക്കണ്ട, ഏകദേശം ഒരു കുബൂസിൻ്റെയൊക്കെ ഒരു തിക്നെസ്സിലാണ് ഞാൻ പരത്തിയെടുത്തത് കേട്ടോ. അപ്പോൾ അടുത്തതും അതുപോലെ തന്നെ ആ ഒരു ഏകദേശം ആ വട്ടത്തിൽ തന്നെ നമ്മൾ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അല്ലെങ്കിൽ ഓരോന്ന് പരത്തിയെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം പോവും. അപ്പോൾ ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയ ക്യാബേജ്, ക്യാപ്സിക്കം, തക്കാളിത്തൊണ്ട്, അതുപോലെ സവാളയിലേക്ക് ഞാൻ മയോണൈസ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു മസാല അങ്ങനെ, പിന്നെ കുറച്ച് ഒറിഗാനോ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലയൊക്കെ കേട്ടോ, ഫസ്റ്റ് ഉണ്ടാക്കിയ മസാലയ്ക്ക് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആ പരത്തി വെച്ച പിന്നെ പത്തിരിയില്ലേ അതിലേക്ക് ഞാൻ ഓരോ കുഞ്ഞു പിന്നെ ഉരുളാക്കിയിട്ട് ഇങ്ങനെ 4 ഭാഗമൊന്നും തട്ടാത്ത രീതിയിൽ ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സ്നാക്സ് അധികം എണ്ണം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മെത്തേഡാണ് കേട്ടോ അങ്ങനെ. അപ്പോൾ 6 എണ്ണം ഒരുമിച്ചാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അപ്പോൾ രണ്ടാമത് പരത്തിയ പത്തിരി ഞാൻ ഇതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഞാനിങ്ങനെ കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു നല്ല മൂടി ഉണ്ടെങ്കിൽ അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പിസ്സ കട്ടർ വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അടിപൊളിയാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു പിന്നെ തൊലി നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ബാക്കിയുള്ള കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ചെറുത് അങ്ങനെയാണ് കേട്ടോ പരത്തിയെടുക്കണേ. അപ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് കിട്ടും. ഇനി ഇത് കട്ട് ചെയ്താൽ ഒരെണ്ണം കൂടി എടുക്കാനുണ്ടാവും. അപ്പോൾ അത് നമ്മളിങ്ങനെ വെക്കും തോറും നന്നായിട്ട് ഈസ്റ്റൊക്കെ ഇട്ട കാരണം നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന രണ്ടാമത്തെ സ്നാക്സ് ഫസ്റ്റിൽ ഉണ്ടാക്കിയ മസാല വെച്ചിട്ടാട്ടോ. അപ്പോൾ അത് ഞാൻ സമൂസയുടെ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ കുറച്ച് വെച്ചിട്ട് മൈദയുടെ പേസ്റ്റ് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുകയാണ്. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള കേട്ടോ. ഇതിൽ പിന്നെ നന്നായിട്ട് ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം മൈദയുടെ പേസ്റ്റ് നന്നായിട്ട് സൈഡിലൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ ഒന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അത് കാരണം ഞാൻ സൈഡിലൊക്കെ നന്നായിട്ട് മൈദയുടെ പേസ്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ എല്ലാം റോളാക്കി എടുക്കുകയാണ്. സാധാരണ നമ്മൾ എണ്ണക്കടി ഒരെണ്ണൊക്കെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ 2-3 ഉണ്ടാക്കുന്നത് നമ്മളെ മുമ്പിലുള്ള അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ തരിക്കഞ്ഞി ഉണ്ട് കേട്ടോ. തരിക്കഞ്ഞിയും കൂടിയും കൂട്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗത്തെ നടുക്കാണ് ഫില്ല് വെച്ചാൽ പിന്നെ പോരാത്തതിനുള്ള ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഫില്ലാക്കി കേട്ടോ. ഉള്ളിലേക്കൊന്ന് കുത്തി നിറച്ച് കൊടുത്തു.
ഈ ചൂടുകാലമായ കാരണം കേട്ടോ എണ്ണക്കടിയൊക്കെ മാക്സിമം കുറക്കണമാണ് നല്ലത്. അപ്പോൾ ഞാൻ പിന്നെ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. ഉന്നൊക്കെ പൊരിച്ചെടുത്തു, അവനൊക്കെ ഫസ്റ്റ് പൊരിച്ചെടുത്തു കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു സ്നാക്സ് പൊരിച്ചെടുത്തത്. പിന്നെ അതിന് ശേഷം പിന്നെ രണ്ടാമുണ്ടാക്കിയ സ്നാക്സും നമുക്ക് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അവർക്ക് കൊടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ പൊരിക്കൽ കേട്ടോ. എപ്പോഴും എല്ലാം റെഡിയാക്കി വെച്ചിട്ട് 10 മിനിറ്റ് മുമ്പാണ് സ്നാക്സൊക്കെ പൊരിച്ചെടുക്കുക. അപ്പോൾ അവർക്കുള്ളത് ഫസ്റ്റ് തന്നെയാണ് പൊരിച്ചു കൊടുത്തു. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ 2 സൈഡിലും ഞാൻ റോൾ ചെയ്ത് വെച്ചിരുന്ന 2 സൈഡിലും മൈദൻ്റെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ മൈദയുടെ പൊടിയിലൊന്ന് ഡിപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്ന് നമ്മളെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.